ഇത് ഞങ്ങളുടെ ഒരു ചലഞ്ചാണ്. ചലഞ്ചിൽ ഞാനും ഡോർഫിനും ഇല്ല, ഇവരാണ് മത്സരിക്കുന്നത്, ഇവരാണ് ചലഞ്ച് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫാമിലി വീഡിയോസ് ആണ്, ഡേ ഇൻ മൈ ലൈഫ് ഒക്കെയാണ് പോയേക്കണേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ചലഞ്ച് ചെയ്യാം, ഇവർക്കും ഇഷ്ടമായിരിക്കും അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കുറച്ച് മേടിച്ചൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്താ ചലഞ്ച് എന്ന് വെച്ചാൽ, എന്താ ചലഞ്ച് എന്ന് അറിയാമോ? പറ, എന്താ ചലഞ്ച്? പറ. ഇപ്പൊ നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്രാവശ്യം. എന്താണ്, സാധനങ്ങൾ വെക്കും, നമ്മളത് കണ്ണടച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പം നമ്മള് കുറച്ച് നമ്മുടെ എന്താ പറയണത്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അത് ജയിക്കുന്നവർക്ക് നമ്മളൊരു ചെറിയൊരു സമ്മാനം ഉണ്ടല്ലോ, ഒരു ഡയറി മിൽക്കിന്റെ ചോക്ലേറ്റ് ക്രാക്കിളാണ് സമ്മാനം കേട്ടോ. ഇതൊരു ചെറുതാണ്. അവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതില്ലായിരുന്നു, അതുകൊണ്ടാണ് സത്യം മേടിക്കായിരുന്നത്. അവിടെ വലിയ ചോക്ലേറ്റ് ഇത് മതിയില്ലേ അല്ലേ? മതി. അപ്പൊ ഇതാണ് സമ്മാനം. എമ്മിക്കുട്ടി റെഡിയാണോ? ആണോ? ജയിക്കും എമ്മിക്കുട്ടി? ആരാ ജയിക്കണേ? ജയിക്കൂലേ? സാറ ചേച്ചിയാണോ ജയിക്കാൻ പോണോ? ഉച്ച ജയിക്കത്തില്ല. അമ്മയുടെ കുഞ്ഞ് ടഫ് ആയിരിക്കൂല കേട്ടാ. നമുക്ക് നോക്കാം എന്നാ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആരെ ഇരുത്തണം? എമ്മിനെ ഇരുത്താം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മാറുന്നോ? ഓക്കെ ഓക്കെ, തുടങ്ങാൻ പോവാണേ. ആദ്യം എമ്മിക്കുട്ടിയാണേ. എമ്മിക്കുട്ടി അവിടെ കൈ കെട്ടിയിരുന്നോ? അവിടെ കുടിച്ചു നോക്കിയിട്ട് പേര് പറഞ്ഞാ മതിയേ. എഴുന്നേറ്റോ? ഓക്കെ അല്ലേ? എന്താണെങ്കിലും പറഞ്ഞോ. ഓക്കെ, തുടങ്ങണേ. പെട്ടെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഓർക്കെ പറഞ്ഞേക്കണേ. പെട്ടെന്ന് കാണിക്കണം, എന്നാലേ ഇതിനൊരു ഭംഗി വരുള്ളൂ. അത് തന്നെയാണേ ആദ്യത്തത്. അടുത്തത് രണ്ടാമത്തതേ. എനിക്ക് ഒച്ച കേട്ടോട് കുടിക്കണം. ആണാന്ന് ചോദിക്കാൻ പോലെ പറയാം. അത് കുടിച്ചോണ്ടിരിക്കണ ഒരാളെല്ലാം കുടിച്ച് തീർക്കോ ഫസ്റ്റ്? പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അത് ഒരു പ്രാവശ്യം കുടിക്കാൻ പാടുള്ളൂ. പറയാൻ പറ്റൂല. ഇത് കുടിക്കേ. സത്യം എന്താന്ന് പറയേ? ആണോ അല്ലേന്ന് ചോദിക്കാൻ പാടില്ല, പേര് പറയണം. അടുത്ത ആൾക്കേ. അടുത്ത റബേക്ക. എഴുന്നേറ്റോ? എനിക്ക് തരുമോ? ഞാൻ കുടിക്കട്ടെ. ഇതല്ലേ? കൊറേ കുടിക്കാൻ പോലെ. വേവേം പറഞ്ഞ അവള് പറഞ്ഞ പോലെ. മാംഗോ മനസ്സിലാവട്ടെ ടേസ്റ്റ്. ഞാൻ ആണെന്ന് പറയുന്നില്ലത്. ഇത് ഗ്ലാസ് ആണ്, മനസ്സിലാവണല്ലോ. അത് ഗ്ലാസ് അല്ല, ടേസ്റ്റ് നോക്കുക. അതിന് കൈ വിട്ടോ. പെപ്സി. അടുത്തത് ഇതല്ലേ? ആപ്പിൾ ഫിസ്. അടുത്തത് അല്ലട്ടാ, ഇതാണ് മാംഗോ ജ്യൂസ്. ആദ്യത്തെ ഒന്നൊന്ന് അങ്ങനെ തരാൻ പറ്റൂല. ആദ്യത്തത് അത്രേ ഉള്ളൂ. എനിക്ക് കിട്ടി. 7up ആണ് ആദ്യത്തത്. ഇതാണ് മറ്റേ മാംഗോ ജ്യൂസ്. ആണോ അല്ലേന്ന് പറയത്തില്ല. എണീച്ച ക്യാമറ കിട്ടുക. അടുത്ത സാറയാണേ. കയ്യില് ഈ സ്ട്രോ പിടിക്കുമല്ലോ, താഴേക്ക് പോകും. ടേസ്റ്റ് ചെയ്യൂ. ഇത് മറ്റേ ഫ്രൂട്ടിയാ? ഫ്രൂട്ടി മാങ്ങയുടെ ഇത്. വിട്ടോ. അടുത്തത് ടേസ്റ്റ് ചെയ്യൂ. സ്ട്രോ ഉണ്ട്. പെപ്സി. അടുത്തത് തരാം.
അടുത്തത് next. ഉം. ഇത് അവസാനത്താണ് അമ്മ സർച്ചിടാ അല്ല അല്ല ഹാപ്പി ഫിസ്. അടുത്തത് ഏത് ഓർമ്മ മറ്റേ സെവനപ്പ് അയ്യോ ലസ്സി. ഓക്കെ തുറക്കട്ടെ ലസ്സിയുടെ ലസ്സി. ഓക്കെ, അപ്പൊ ഇനി കണ്ണു തുറക്കാം. അവിടെ നിൽക്കും, ഞാൻ പറഞ്ഞിട്ട് കണ്ണു തുറക്കാം. അപ്പൊ നിങ്ങക്ക് ഇവിടെ നിർത്തി വെച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ കുടിച്ചത് എന്തൊക്കെയാണ് എന്ന് നിങ്ങക്ക് കാണാം. ഓക്കെ അല്ലേ? ആ, ഇനി ഒന്ന് കണ്ണു പറഞ്ഞേ ഒന്ന്. എല്ലാവരും ആ തുറക്കും, എല്ലാരും തുറക്കും. ഇതാണ് എനിക്ക് കൊച്ചിന്റെ ഒന്ന് ആദ്യം കൊടുക്ക്. ഇതാണ് കിട്ടാൻ അത് മാത്രല്ല, അയ്യോ എനിക്ക് ഇത് കിട്ടിയില്ല അപ്പൊ എനിക്ക് ഇത് കിട്ടിയില്ല എനിക്ക് ഇത് മാത്രമേ കിട്ടാത്തുള്ളൂ എനിക്ക് ഇത് മാത്രമേ അപ്പൊ എനിക്ക് 3 എണ്ണം കിട്ടി. എനിക്കും കിട്ടി 3 കിട്ടി, പക്ഷെ ആരും ജയിച്ചില്ല. ഇരിക്ക് 3 കിട്ടി. എന്നാലും ശതമാനം കൂടുതലല്ലേ 3 കിട്ടി, പക്ഷെ ആരും ജയിച്ചില്ല. സാറ ഹാപ്പി ഫിസും ഫ്രൂട്ടിയും ലസ്സിയും പറഞ്ഞു. കൊക്കക്കോള തെറ്റിച്ച്. നിങ്ങക്ക് ഇങ്ങനത്തെ ചലഞ്ചാണോ നിങ്ങക്ക് ഇഷ്ടം? ഇഷ്ടമാണ്. ആ. ഇതേപോലെ തിന്നാനായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ എവിടെയും വരും. തിന്നാനായിട്ടുള്ള എന്തുണ്ടെങ്കിൽ അവരെന്തും ചെയ്യും കേട്ടോ. റബേക്ക എങ്ങനത്തെ ചലഞ്ചാ ഇഷ്ടം? ഇതാണ് ഗെയിംസ് ആണോ? ഫുഡാണോ ഇഷ്ടം? ഫുഡ് ചലഞ്ചാണോ ഇഷ്ടം? ഫുഡ് ചലഞ്ചാണ് ഇഷ്ടം. അതല്ല ഞാൻ ചെയ്യട്ടെ, നിനക്ക് അത് ലസ്സിയാണ് നിങ്ങൾ കിട്ടി. കൂടുതൽ മിഠായി കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ മിഠായിയാണ് റബേക്കക്ക് ഇഷ്ടം. എമ്മിക്കുട്ടൻ എന്ത് ചലഞ്ചാ ഇഷ്ടം? എമ്മിക്കുട്ടൻ വഴക്കിട്ടിരിക്കും, അതുകൊണ്ടാണ് എമ്മിക്കുട്ടൻ മിണ്ടാത്തത്. നിനക്ക് എങ്ങനെ ലസ്സിയാണെന്ന് പെട്ടെന്ന് കത്തി? എനിക്ക് ലസ്സി പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പൊ ഒട്ടും ഇഷ്ടമല്ല. അത് വായി വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊക്കക്കോള ആയിരുന്നു, പക്ഷെ അത് മനസ്സിലായില്ല. ലസ്സി ഉണ്ടല്ല ഞാൻ കണ്ടിട്ടുമില്ല കുടിച്ചിട്ടുമില്ല അപ്പൊ ലസ്സി പറയാൻ മനസ്സിലായില്ല, കേട്ടിട്ടുമില്ല. ഞാൻ പെട്ടെന്ന് കുടിച്ചപ്പോഴത്തേക്ക് ഒരു 7-Upന്റെ ടേസ്റ്റ് വന്നേക്കാൻ. പിന്നെ രണ്ടാമത് കുടിച്ചപ്പോ എമ്മിക്കുട്ടന് മനസ്സിലായില്ലേ ലസ്സി? ലസ്സി കണ്ടിട്ടില്ല ഞങ്ങള്. ഇല്ല, ലസ്സി കുടിച്ചിട്ടുണ്ടോ? എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ലസ്സി, ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല. എനിക്കും ലസ്സിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഈ ഇപ്പൊ വാങ്ങിച്ചിട്ട് അതിന്റെ ബോട്ടില് കുടിച്ചില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? അത് 4 കൊക്കക്കോളയാണ് സാറൊക്കെ. എനിക്കധികം ഇഷ്ടമല്ല, പക്ഷെ കൊക്കക്കോള ഇഷ്ടം. ആ കുറെ പേര് ആപ്പി ഫിസിന്റെ ഫാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ആപ്പി ഫിസ്. എനിക്ക് ഇഷ്ടമല്ല. എമ്മിക്കാണ് ആകെ ആ ലസ്സി ഇഷ്ടപ്പെട്ടേക്കുന്നത്. ഫുള്ള് കുടിച്ചിട്ടാ. അതായത് ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എമ്മിക്കുട്ടൻ തൈര് വാങ്ങിച്ചോണ്ട് വരുമ്പോഴേക്കും അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കുടിക്കാറുണ്ട്. പക്ഷെ ഒരു തൈരിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് തൈരാതി എമ്മിക്കുട്ടൻ എന്താ പറയണത് കേൾക്കാനായിട്ട്. വേണ്ടേ നോക്കണ്ടേ? ഞങ്ങള് വഴക്കാട്ടോ. അപ്പൊ ഇനി ഇങ്ങനത്തെ ചലഞ്ചസ് നമുക്ക് ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 4 ഡ്രിങ്ക്സ് വാങ്ങാനല്ല, കുറെ അധികം ഡ്രിങ്ക്സ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ഒന്നുമില്ലായിരുന്നു, സത്യം ഒന്നുമില്ലായിരുന്നു. ഞങ്ങള് ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഷോപ്പിന്റെ പേര് പറയാനില്ല. അപ്പം നമ്മൾ സാധാരണ പോകുന്ന ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അവിടെ ഇല്ല ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മേടിച്ചത്, ഇത്രയും മാത്രം മേടിക്കാൻ പറ്റിയത്. അതാണ് ഒരു കുട്ടി ചലഞ്ചായി പോയത്. നമുക്ക് ഇനി കുറേ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വേറെ ചലഞ്ച് വരാം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അല്ലേ? കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ടും വിശേഷങ്ങളായിട്ടും നാളെ കാണാം. അതുവരേക്കും ബൈ.